2 മാസം കുട്ടികൾ എങ്ങനെ പിടിച്ചു വയ്ക്കാന്ന് നമുക്ക് തന്നെ അറിയില്ല. ആർക്കെങ്കിലും ഒരു ബേബി കെയർ ഉണ്ടെങ്കിൽ പറയുക. 3 കുട്ടികളെ കൊണ്ടിട്ട് രാവിലത്തെ ഈവനിങ് വരെ അവിടെ കൊണ്ടിട്ടിട്ട ഈവനിങ് കുറച്ച് രാത്രി സഹിക്കി 2 മാസം എന്തിനാ കുട്ടികൾക്ക് ലീവ് കൊടുക്കുന്നത്? സ്കൂൾ കൊടുത്താലും മതിയായിരുന്നു. സഹിക്കപ്പെട്ടതില്ല. എലിക്കുട്ടികളാണ്, പറഞ്ഞതും കേൾക്കൂല. റബ്ബേണ്ടല്ല. ഇങ്ങനെ ഉണ്ട്. പണ്ടത്തെ ആൾക്കാരോട് പറയാനാട്ടെ, നിങ്ങളൊക്കെ എങ്ങനെ സഹിച്ചു? 11-12 പ്രസവിച്ചിട്ട് നമുക്കൊന്ന് 2 സഹിക്കാനേ പറ്റുന്നില്ല. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ രാവിലെ അപ്പൊ കട്ടനാണ് വെച്ചിട്ടുള്ളത്. ഇല്ലെന്ന് കട്ടനാണ് വെച്ചിട്ടുള്ളത്. കട്ടൻക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും മടി എന്ന് പറഞ്ഞാൽ ഗ്യാസ് കുറച്ചല്ലോ, അതിനൊരു പേടി. അപ്പോൾ ഇന്ന് ഗ്യാസ് കിട്ടുമെന്ന് പറഞ്ഞു. ഇന്ന് ഗ്യാസ് വന്നാൽ പക്ഷേ നമ്മൾ ഉച്ചത്തെ കുക്കിംഗ് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് രാവിലെ എന്തെങ്കിലും ചെയ്തിട്ട് വയറിനൊടുക്കാം. ഉച്ചയ്ക്ക് എന്തെങ്കിലും വെജിറ്റബിൾസിൻ്റെ തോരൻ എന്തെങ്കിലും വയ്ക്കാൻ വിചാരിക്കുന്നു. പിന്നെ നോക്കാം നമുക്ക്. കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതാണ്. അതായത് സമോസ, ബ്രെഡ്. ആയിഷു ടേബിൾ മോൾ വെച്ചോ, ഞാൻ വരാം കേട്ടോ. അങ്ങനെയാണ് അമ്മ കട്ടൻ ഇവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ പലതും കാണാത്തതും ഒക്കെ ഇവിടെ കാണും. ഇന്നലെ കുറച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞാൻ എന്താ ഇടാത്തതെന്ന് വെച്ചാൽ ഇവിടെ അതിൻ്റെതായ ഒരു പെർമിഷൻ ഇല്ലായിരുന്നു വ്ളോഗൊക്കെ ഇടാനുള്ളത്. അവർ ഫാമിലി ആയിട്ട് അത് കുറച്ച് പ്രോബ്ലം ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇന്നറ്റത് വ്ളോഗ് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്ന ചക്കൊക്കെ മുറിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ ശേഷം. ഇപ്പം അപ്പോഴേക്ക് നമ്മളിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബണ്ണ് ഷോപ്പിൽ നിന്നാണ് കൊണ്ടുവന്നത്. 2 സമൂസ. എത്ര തന്നത്? ഷോപ്പിൽ നിന്നാണ് കൊണ്ടുവന്നത്. 2 സമൂസ. എത്ര തന്നത്? എത്ര ഉള്ള? 10 തന്നിട്ടില്ലേ? പിന്നെ 8 സമൂസ രാവിലെ 6 സമൂസ. അടിപൊളി സമൂസ. എന്തിനാ സമൂസ വലിപ്പിച്ചത്? ഗ്യാസിന്റെ ഇഷ്യൂ വന്നിട്ട് ഇവിടെ 1.5 മാസമായി. ഒരു ദിവസം പോലും നോമ്പുൾ സമൂസ കഴിച്ചിട്ടേ ഇല്ല. നല്ല ഫ്രഷ് ചൂട് സമൂസയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ സമൂസ വന്നത് നോക്കി ഞാൻ 10 സമൂസ പറഞ്ഞു. ചൂട് സമൂസ ആണ്. ചക്ക നിന്റെ ഫേവറേറ്റ് ആണോ ചക്ക? എല്ലാവരും വാങ്ങിച്ചതാ. ഇതുണ്ടല്ലേ ചെറുത്, ഈ ചെറുതുണ്ടല്ലേ കാണുന്നത്, കാണാൻ മാത്രം എലി പുലിയാണ് പുലി. ഈ ചേരെല്ലാം വലിച്ചിട്ട് ഇവിടെ വെച്ചതിവല്ല. ബാ ചോബി, ആ പ്ലേറ്റ് എല്ലാം കൊണ്ടുവന്ന് കിച്ചണിലെത്താ. ബാ, ആ പ്ലേറ്റ് എല്ലാം കൊണ്ടുവന്ന് കിച്ചണിലെത്താ. ബാ ബാ ബാ. അത് കൊടുക്കാം. മുട്ട റോസ്റ്റ് വിത്ത് എഗ് കറി. എഗ്ഗ് പ്രോട്ടീനാണല്ലോ, പ്ലാൻ ചെയ്തു. ഇനി പരിപാടി അതാണ്, എഗ്ഗ് ഉണ്ടാക്കാം. അപ്പോൾ എഗ്ഗൊക്കെ വേവിച്ചിട്ട് ഓൾറെഡി. ഓക്കെ, നമുക്കിന്ന് എഗ്ഗിലേക്ക് പോകാം. സൈഡ് ഞാൻ ഇവിടെ ഓണിയൻ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മടി പിടിച്ച ദിവസമാണ് കേട്ടോ ഇന്ന്. ഉറപ്പാട് മടി പിടിച്ച ദിവസമാണ്. എന്താ വെച്ചാൽ ഇവിടെ തക്കാളിയും കട്ട് ചെയ്ത് വെക്കുന്നത് സൈഡ് പെട്ടെന്ന് ഉമ്മക്ക് സബറില്ല. ഉമ്മ കഞ്ഞി കുടിക്കാൻ പെട്ടെന്ന്. നിങ്ങളൊക്കെ കറിയൊക്കെ കാത്തിട്ട് എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. ഇത് ഓയിൽ കുറച്ച് വയ്ക്കാനൊക്കെ കൊണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള സിറ്റിൽ വന്നിട്ട് ഇത് സെറ്റായി ചൊല്ലാറ്. ഓണിയൻ ഇട്ടോ, ഓണിയൻ ഇട്ടിട്ട് കുറച്ച് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഓണിയൻ റോസ്റ്റ് ആവുന്നത് അതെല്ലാം കുറച്ചുകൂടെ ഞാൻ സോൾട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് റോസ്റ്റായി കിട്ടും എന്നാണ് പറയുന്നത്. എനിക്കല്ല, ഞാൻ അതേപോലെ ചെയ്യുന്നത് ഇല്ലായിരുന്നു ഓയിലൊക്കെ. ഞാൻ കുറച്ച് ഓയിൽ വയ്ക്കാം. 2 മാസം കുട്ടികൾ എങ്ങനെ പിടിച്ചു വയ്ക്കാന്ന് നമുക്ക് തന്നെ അറിയില്ല. ആർക്കെങ്കിലും ഒരു ബേബി കെയർ ഉണ്ടെങ്കിൽ പറയുക. 3 കുട്ടികളെ കൊണ്ടിട്ട് രാവിലത്തെ ഈവനിങ് വരെ അവിടെ കൊണ്ടിട്ടിട്ട ഈവനിങ് കുറച്ച് രാത്രി സഹിക്കി 2 മാസം എന്തിനാ കുട്ടികൾക്ക് ലീവ് കൊടുക്കുന്നത്? സ്കൂൾ കൊടുത്താലും മതിയായിരുന്നു. സഹിക്കപ്പെട്ടതില്ല. എലിക്കുട്ടികളാണ്, പറഞ്ഞതും കേൾക്കൂല. റബ്ബേണ്ടല്ല. ഇങ്ങനെ ഉണ്ട്. പിന്നെ ഓണിയൻ
ഓരോ പണികളൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. എത്ര നിങ്ങൾ ബാക്ക് നടക്കുക, നമ്മൾ ഒരു പരിപാടി കഴിയുന്നില്ല. നമ്മളെ പണ്ടത്തെ ആൾക്കാരോട് പറയുന്നട്ടെ, നിങ്ങളൊക്കെ എങ്ങനെ സഹിച്ചു 11-12 പ്രസവിച്ചിട്ട് നമുക്കൊന്ന് 2 സഹിക്കാനേ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കണ്ടില്ല ബാക്കിലൂടെ അടിക്കുന്നത് കാണുന്നില്ല? 2 ചേർന്നിട്ട് കാണുന്നില്ല, 2 ചേർന്നിട്ടാണ് അടിക്കുന്നത്, ഒന്നല്ല. ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ആ വീഡിയോ കട്ടായി പോയി, കുത്താൻ മതി എനിക്ക്. എന്താണ് ഉള്ളത് തന്നെ കുറച്ച് എന്താ എന്താ ഉമ്മ എന്താ എന്താ അങ്ങനെ ഗൈസ്, നമ്മുടെ ഓണി നന്നായിട്ടിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് മൊത്തം ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സാക്കട്ടെ. വരണ്ട കേട്ടോ, കുക്കിംഗ് ഫിനിഷ് ആയ ശേഷം വന്നാൽ മതി. ഭയങ്കര ചൂടുണ്ട്, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അതൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഭയങ്കര ചൂടാണ്, ചൂടൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അത്രയുള്ള ചൂടാണ് കേട്ടോ. ധവ എടുക്കുന്നുണ്ട്, ഫുഡ് ഒന്നും ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് ആൾക്കാരുണ്ടോ, നാളെ രാവിലേക്ക് വരും, കറി രാവിലേക്ക് വരണം, അതുകൊണ്ട് കുറച്ച് വെള്ളം വരെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെമ്മണ്ടൂരിൽ ഇപ്പം ജോബ് പോകേണ്ട പോലെ ഇല്ല, ഔത്തിയെല്ലാം എൻ്റെ വീട്ടിൽ പോകുന്നതല്ല. ഞാൻ ആക്കണം, എനിക്കൊരു 5 minutes ചെല്ലു വന്നുണ്ട്. അങ്ങനെ എഗ്ഗ് ഇട്ടിട്ട് 3 എഗ്ഗിയുടെ എസ്കേപ്പ് അയക്കണം. അതിൻ്റെ മഞ്ഞൾ അവർക്ക് തന്നെ കൊടുക്കില്ല കേട്ടോ. 3 എഗ്ഗിയുടെ കട്ട് കഴിച്ചിട്ട് വന്നതാണ് കുട്ടികൾ കുറച്ച് വെച്ചേക്കിന്. അപ്പോൾ കണ്ടില്ലേ, അപ്പം നമ്മൾ കണ്ട എഗ്ഗ് കറി നമുക്ക് റെഡിയായി. എഗ്ഗ് കറി റെഡിയായി. അപ്പൊ ഇന്നത്തെ നമ്മളെ എഗ്ഗ് കറി റെസിപ്പിയാണ് കേട്ടോ. നോക്കാം, ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈസി മെത്തേഡ് എഗ് കറി, ഈസി മെത്തേഡാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ മാത്രം ഒരുപാട് ആൾക്കാർക്ക് ചെയ്ത് ഈസി മെത്തേഡ് കറിയാണ്. കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചെയ്തത് എഗ് കറി. ആ എഗ് കറിയുണ്ട്. ആ കൊടുക്കൂടെ ഇതൊക്കെ ചോറും രാത്രി പേർക്ക് ചോറെണ്ണ കൊടുക്കട്ടെ. നാഷ്ടക്ക് ഇഷ്ടമൊന്നുമില്ല, അതന്നെ മതി. ഈ ചൂടത്ത് ആരെ കൈസ് ഉണ്ടാക്കുന്നത് നാഷ്ട? അത് ഇതൊക്കെ സഹിക്കാൻ പറ്റുന്ന ചൂടാണ്. ആ ഇതാ ഇത് കിച്ചണിലും എ സി വെക്കാൻ വേണം. 2 മുട്ട വേണം യാറപ്പേ. ഇത് കിച്ചണിൽ അതിലൊക്കെ എ സി തന്നെ വേണം. ഒരാൾ 2 മുട്ട പിട്ടക. ഇതാ ഇതാ അപ്പോൾ ഗൈസ് എൻ്റെ ഫേസൊക്കെ നോക്കില്ല ഗൈസ്. എനിക്കിനി വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നില്ലെന്ന് അറിയില്ല, അത്രയ്ക്ക് ചൂടെടുക്കുന്നുണ്ട്. പിന്നെ പുറത്തിൻ്റെ കാലാവസ്ഥ കാണിക്കാം കേട്ടോ. ഭയങ്കര മല, ചെടിയിൽ മിന്ന് എല്ലാം ഉണ്ടോ. പുറത്തത്തെ കാലാവസ്ഥ ചെയ്യാം. നിൽക്കണ്ട എടുക്കാണ്ട് ഇതാ കണ്ടോ, മിന്നൽ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ നാളെ താഴെ ഫംഗ്ഷൻ ആണ് യാറപ്പേ കണ്ടോ. നല്ല ഇന്ന് രാവിലെ വരെ ഇനി കറണ്ട് ഉണ്ടാവില്ല. 3 to 4 days ആയിട്ടോ ഇതേപോലെ ഇങ്ങനെ രാത്രി മിന്നൽ വരും, മിന്നലും ഇടി മിന്നലൊക്കെ വരും. നെക്സ്റ്റ് ഡേ മോർണിംഗ് വരെ കറണ്ട് ഉണ്ടാവില്ല. 6 മണിക്ക് രാവിലെയാണ് വരുന്നത്. പിന്നെ 6 മണിക്ക് രാവിലെ കുട്ടികൾ എണീക്കും. എപ്പോഴാണ് ഞങ്ങൾ ഉറങ്ങുന്നത്. പിന്നെ ഇവർ ഉറങ്ങാണ്, ഇവർ സമ്മതിക്കൂല കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള മുട്ടക്കറി സിമ്പിളായ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ആ ഡേ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്, അത്രേ ഉള്ളൂ. നമ്മൾ 365 ഡേയ്സിൻ്റെ ചാലഞ്ച് ആണല്ലോ. ഒരു ഡേ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ കുഞ്ഞായിട്ടാണ് ഓരോ കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. നാളത്തെ വീഡിയോസ് കുറച്ച് വീഡിയോ ഒക്കെ നോക്കാൻ പോകണം. നോക്കിയ ശേഷം ഞാൻ മിഞ്ഞാൻ നോക്കിയ വീഡിയോയാണ് ഫൈനലൈസ് ചെയ്യുന്നത്. അവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ആൾക്കാർ സ്റ്റേ ചെയ്യാൻ പാടില്ലത്രേ.
കുഞ്ഞു ഫാമിലി മാത്രമേ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ വാട്ടറിൻ്റെ ഇഷ്യൂ ഉണ്ടോ ഇല്ലെന്നറിയില്ല. അപ്പാർട്ട്മെൻറ്റാണ്, അങ്ങനത്തെ ഒക്കെ അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാമിലി നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ, പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്നാൽ പ്രശ്നമില്ല. നാട്ടിലത്തെ ആൾക്കാരാണെങ്കിൽ ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്തായാലും വരാതിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിക്കണം ആ വീട് വാങ്ങണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ ഗൈസ് ഞാനും അതേപോലെ എന്താ വെച്ചാൽ എനിക്ക് അനിയനക്ക് കല്യാണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഗസ്റ്റ് എന്തായാലും വരാതിരിക്കില്ല, ഗസ്റ്റ് വരും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോസ് ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ നാളെ തന്നെ ഞാൻ പറയാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.